ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു മാത്സ്ഡോ. ഇറ്റ്സ് മീ ഷാദിൽ പി. നിങ്ങളുടെ സ്വന്തം മാത്സ്ഡോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ചാപ്റ്ററുകളാണ്. ചെറിയ സമയം കൊണ്ട് SSLC എക്സാമിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ചാപ്റ്ററുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് കുറച്ച് നീണ്ടു കഴിഞ്ഞാലും ഈ കാണാനിരിക്കുന്ന കുട്ടികൾ ഈ ഫുൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ഇതിൽ നിന്ന് ഇറങ്ങൂ. അതേപോലെ തന്നെ ഇത് കാണുന്നതിനോടൊപ്പം ഞാൻ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളെല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് ഒപ്പം ചെയ്തു പോകുന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. വെറുതെ കയറി നോക്കി എന്തൊക്കെ ഇത് നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും ഷോർട്ടായിട്ടുള്ള നോട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്ലസ് മാക്സിമം ക്വസ്റ്റ്യൻസ് എക്സാമിന് ഷുവർ ആയിട്ട് ചോദിക്കുന്ന ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ്. കാരണം SCERT പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും അതേപോലെ തന്നെ പല ജില്ലാ പഞ്ചായത്തുകളായിട്ട് കുറേയധികം മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. സോ എല്ലാവരും ക്ലാസ് കഴിയുന്നത് വരെ ഒപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഈ ക്ലാസ് കഴിയുന്നത് വരെ ഫുള്ളായിട്ട് കണ്ട് ക്ലാസ്സിനൊപ്പം തന്നെ ലെക്ചർ നോട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു A4 ഷീറ്റ് എടുക്കുക, നടുമടക്കുക, എഴുതാൻ തുടങ്ങുക. ചെറിയ ഹാൻഡ് റൈറ്റിങ്ങിൽ കുറച്ച് പേജുകൾ ഒതുക്കി എഴുതാൻ തുടങ്ങുക. പോസ് ചെയ്ത് കണ്ട് അങ്ങനെ പോയാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അരിത്തമാറ്റിക് സീക്വൻസിൽ നിന്ന് മാർക്ക് കുറഞ്ഞാൽ മാർക്ക് കുറയും, പക്ഷെ മാർക്ക് കുറയാൻ പാടില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. മാർക്ക് കുറയാതിരിക്കാനുള്ള എല്ലാ പണിയും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ അരിത്തമാറ്റിക് സീക്വൻസിൽ നിന്ന് വരുന്ന 2 ചാപ്റ്റർ ഉണ്ട്, ചാപ്റ്റർ 1 ആൻഡ് ചാപ്റ്റർ 3. ഈ 2 ചാപ്റ്ററുകളിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ സ്റ്റാർട്ട് ചെയ്യണം. ആദ്യമായിട്ട് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ 1-to-1 ട്യൂഷൻ പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറുന്നുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ 8086101035 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് മാത്സ്ഡോ എന്നുള്ളത് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് തരാം. അതിലുള്ള നമ്മൾ ഏകദേശം കേരളത്തിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട്, ഫുള്ളി ഫ്രീ. ആൻഡ് എല്ലാ വിഷയത്തിനും, മാത്സ് മാത്രമല്ല എല്ലാ വിഷയത്തിനും ഫാക്കൽറ്റീസ് അവിടെ അവൈലബിൾ ആണ്. യു ക്യാൻ ആസ്ക് എനി ഡൗട്ട് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. പല ജില്ലകളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്കും അതിൽ ചേരാം. മാത്സിലോടൊപ്പം ഫുൾ A+ വാങ്ങാനുള്ള ജേണിയിൽ നിങ്ങളൊപ്പം കൂടാ, ഞങ്ങളൊപ്പം ഉണ്ട്. ആ ഒരു ഉറപ്പ് ഞങ്ങൾക്ക് തരികയാണ്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം അല്ലേ. പിന്നെ 1-to-1 ട്യൂഷൻ ഉണ്ട്. ഇത് നമുക്ക് പേഴ്സണലായിട്ട് വിളിച്ചാൽ മതി, കാര്യങ്ങൾ അറിയാം. അത് പേഴ്സണലായിട്ട് ഒരു മെന്റർ ഉണ്ടാവും, അത് ഫ്രീ അല്ല. അത് കൃത്യമായിട്ട് കുട്ടിക്ക് ഒരു പേഴ്സണൽ അറ്റൻഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കാം. ഓക്കെ. സോ എല്ലാ ക്ലാസ്സസിനും ഉണ്ട്, 10ാം ക്ലാസ് മാത്രമല്ല LKG മുതൽ എല്ലാ ക്ലാസ്സസും ഉണ്ട്, ഈവൻ +1 +2 വരെ ഉണ്ട്. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നോട്ട്സിലേക്ക് പോവാം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നോട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ ആദ്യം കുറച്ച് ടേമുകളെ പറ്റി എന്തായാലും പരിചയപ്പെടണം. എന്താണ് കോമൺ ഡിഫറൻസ്? D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്. D എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, പൊതു വ്യത്യാസം. അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. F ഫസ്റ്റ് ടേം X1 എന്ന് വിളിക്കാറുണ്ട്, ആദ്യ പദം. ഓക്കെ ആണല്ലോ? ഫസ്റ്റ് ടേം. X എന്ന് പറഞ്ഞാൽ nth ടേം, n-ാം പദം അല്ലെങ്കിൽ അവസാന പദം എന്നൊക്കെ പറയാം. ലാസ്റ്റ് ടേം എന്ന് പറയാറുണ്ട്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, പദങ്ങളുടെ എണ്ണം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് S is equal to സം ഓഫ് ഫസ്റ്റ് n ടേംസ് അല്ലെങ്കിൽ ആദ്യത്തെ n പദങ്ങളുടെ തുക. ഇപ്പൊ S10 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 10 പദങ്ങൾ, X1 X2 X3 അങ്ങനെ X10 എല്ലാം കൂട്ടിയാലുള്ള ഉത്തരാണ് സം. സോ ഫസ്റ്റ് ഇക്വേഷൻ ആണ് കോമൺ ഡിഫറൻസ് is equal to TD by PD. നോക്കാം. കോമൺ ഡിഫറൻസ് is equal to ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു സീക്വൻസ് 2, 4 അല്ലെങ്കിൽ 2, 5, 8 ഇങ്ങനെ തരികയാണ്. ഇവിടുത്തെ ഫസ്റ്റ് ടേം ആരാ? 2 ആണ്. കോമൺ ഡിഫറൻസ് എന്താ? ഒന്നുകിൽ അടുത്തടുത്തുള്ള ടേമുകൾ കുറക്കുക. 5-ൽ നിന്ന് 2 കുറച്ചാൽ 3 ആണ്. കാരണം 3 കൂടിയാ പോണത്, ആണോ അല്ലേ? അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം, ഒന്നുകിൽ അങ്ങനെ കണ്ടുപിടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോ ഏതെങ്കിലും 2 ടേം വന്നാൽ ആ ടേമുകൾ തമ്മിൽ കുറക്കുക, ഡിവൈഡഡ് ബൈ അവരുടെ പൊസിഷനുകൾ ഒന്നാമത്തെ ടേം, അവരുടെ പൊസിഷനുകൾ തമ്മിൽ കുറക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണ്ടത് ഒരു റിവിഷനാണ്. സോ ഓവറോൾ റിവിഷനിലേക്ക് പോകണം. സോ X is equal to F plus n-1 into D എന്നുള്ള ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോട്ടോ, ഒന്നും ലാഗ് അടിപ്പിക്കൂല. സോളിഡ്സിന്റെ ക്ലാസ് ഏകദേശം 13,000 കുട്ടികൾ കണ്ട ക്ലാസ് ആണ്. അതിൽ മിക്ക കുട്ടികളുടെയും ഒരു പോസിറ്റീവ് പോയിന്റ് ആയിട്ടാ ക്ലാസ്സിന്റെ പറഞ്ഞത്. തമാശകളോ കളികളോ ചിരികളോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കൃത്യമുള്ള കണ്ടന്റ് 1 മണിക്കൂറിൽ കിട്ടാവുന്നതിന്റെ മാക്സിമം കണ്ടന്റ് നമ്മളെ ക്ലാസ്സിൽ കൊടുക്കണം. അതേപോലെ തന്നെ ഈ ക്ലാസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, X10 കിട്ടണമെന്നുണ്ടെങ്കിൽ F എന്ന് പറഞ്ഞാൽ എന്താടാ?
x1 അല്ലേ ഫസ്റ്റ് ടേം അല്ലേ, ഇതിലേക്ക് എത്ര കൂട്ടണം? എടാ ഒന്നിലേക്ക് എത്ര കൂട്ടിയാലടാ 10 കിട്ടുക? 9 അല്ലേ? അത്രയും ഡി ആണ് കൂട്ടേണ്ടത്. ഓരോ പൊസിഷനും കൂടുമ്പോൾ ഡി ആണ് കൂടി വരിക. അപ്പൊ ഒന്നാമത്തെ ടേമിൽ നിന്ന് 10ാമത്തെ ടേമിലേക്ക് അതിനൊരു 9 ഡി കൂട്ടണം, 9 വട്ടം ഡി കൂട്ടണം, ആണോ അല്ലേ? അത് തന്നെയാണ് f+9d. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിഞ്ഞ ഒരു കാര്യമാണ്. ഇപ്പോ ഫോർ എക്സാമ്പിൾ എല്ലാം അറിയണം കേട്ടോ, ബേസിക് ആയിട്ടുള്ള കണക്കാണ്. ഇപ്പൊ x5 കിട്ടണം, നിങ്ങളുടെ കയ്യിൽ x2 ഉണ്ട്, രണ്ടിലേക്ക് എത്ര കൂട്ടിയാലടാ 5 കിട്ടുക? 3 അല്ലേ? അത്രയും ഡി കൂട്ടണം. ഈ പൊസിഷൻ ഡിഫറൻസ് അറിയണം. സോ ഇനി നമ്മൾ പോകുന്നത് എപ്പോഴും നമ്പർ ഓഫ് ടേംസ് കാണുന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1 അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. xn മൈനസ് x1 ബൈ d +1 ഓക്കെ ആണല്ലോ. സോ ഞാൻ എന്താ വിഷയം ഇതിലധികം മുഴുകാത്തത് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞുതരാം. പിന്നെ വെറുതെ കുറെ നിങ്ങളെ പറഞ്ഞു വെറുപ്പിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയാം. ഒരു കൊല്ലം പഠിച്ച കുട്ടികളാണ്. അരിത്തമാറ്റിക് സീക്വൻസ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ അറിയിക്കണേ. സോ ദെൻ നമുക്ക് അടുത്തതായിട്ട് ആൽജിബ്രായിക് ഫോം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസിലേക്ക് പോവാം. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രായിക് ഫോമിലേക്ക് പോവാം. സോ നോക്കിക്കോളൂ. ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രായിക് ഫോം എപ്പോഴും കിടക്കുക ഇങ്ങനെയായിരിക്കും. ചില കുട്ടികൾ ഇങ്ങനെയായിരിക്കും പഠിച്ചത്. xn = an + b. സംഭവം സെയിം സാധനമാണ്. a എന്ന് പറഞ്ഞാൽ d ആണ്, അതേപോലെ തന്നെ b എന്ന് പറഞ്ഞാൽ f - d ആണ്. സെയിം സാധനം തന്നെയല്ലേ ഇവിടെ കൊടുത്തിരിക്കുന്നത്. an + f - d ആണ് b. സാധനം ഒക്കെ സെയിം ആണെന്നുള്ളത് മനസ്സിലുണ്ടാവുക. സുധൻ ഓക്കെ. xn = എന്താ വരിക പറഞ്ഞാണേ? ഭയങ്കര സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരിക്കണേ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണേ. xn = dn + f - d. ഇതാണ് ഇക്വേഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഈ ഒരു സീക്വൻസിൽ ഫസ്റ്റ് ടേം എന്താടാ? 6 അല്ലേടാ. കോമൺ ഡിഫറൻസ് എന്താടാ? 4 അല്ലേടാ. മക്കളെ സൗണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മാക്സിമം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്ക് സൗണ്ട് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. സോ ദെൻ എന്താടാ എക്സിന് വരിക? ഒരു അരിത്തമാറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രായിക് ഫോം പ്രൂഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ആൽജിബ്രായിക് ഫോം ആണ് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കേട്ടോ. ബീജഗണിത രൂപം മറക്കരുത്. 2 ബീജഗണിത രൂപം ഉണ്ട്, തുകയുടേതുണ്ട്, സമ്മിന്റെ ഉണ്ട്. ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ ഇവിടെ വരിക dn + f - d. d എന്താടാ? 4 അല്ലേ? 4n + f 6 - d വീണ്ടും 4. സോ 4n + 2 is the answer. ഇതാണ് ഇതിന്റെ ആൽജിബ്രായിക് ഫോം. മറക്കരുത്. ഇനി ഞാനൊരു സീക്വൻസ് തരാം. ഫോർ എക്സാമ്പിൾ 4 11 അതേപോലെ തന്നെ 18 ഇങ്ങനെ പോകുന്ന ഒരു സീക്വൻസ്. ഇവിടെ എന്താടാ? d എന്താ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ വേണ്ടത് ഇതൊക്കെ ചെയ്യാൻ വയ്ക്കുന്ന പ്രതീക്ഷിക്കുന്നു. തിരിച്ചെങ്ങനെ ചെയ്യാം? ഇപ്പൊ xn = 5n - 2. ഇതെങ്ങനെ സീക്വൻസ് ഉണ്ടാക്കുക? ഭയങ്കര സിമ്പിളാ. ഇവിടുന്ന് എഫ് എങ്ങനെ കാണുന്ന അറിയോ? ഭയങ്കര സിമ്പിളാ. ഇവിടെ എന്നത് പൊത്തിപ്പിടിച്ച ബാക്കി എന്തല്ലേ പറഞ്ഞാണി 5 - 2 അല്ലേടാ? 5 - 2 3 ആണ് കേട്ടോ. 3 ആണ്. കോമൺ ഡിഫറൻസ് എന്താ? എന്നിനൊപ്പം കുമ്മൻ അടിച്ചിരിക്കുന്ന ആളാണ് കോമൺ ഡിഫറൻസ്. കണ്ടില്ലേ? ഈക്വേഷനിലൊക്കെ എന്നിന്റെ ഒപ്പം ഉള്ള ആളല്ലേ കോമൺ ഡിഫറൻസ്. സോ നമ്മൾ അതാണ് പറയുന്നത്. സോ d എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം 3, കോമൺ ഡിഫറൻസ് 5. അപ്പൊ 3 തുടങ്ങി 5 കൂടി പോവാ. 8 13 18 23. പിന്നെ കോമൺ ഡിഫറൻസ് 5 സീക്വൻസിന്റെ ഒരു പ്രത്യേകത കണ്ടോ? ലാസ്റ്റ് 3 8 വീണ്ടും 3 8 വീണ്ടും 3 8. അങ്ങനെ ഏതിലാണോ തുടങ്ങണം? അപ്പോ 2 ആണെങ്കിൽ 2 7 2 7 2 7 അങ്ങനെ റിപ്പീറ്റഡ് വരിക. ഒരു പാറ്റേൺ ഉണ്ടാവും. പറഞ്ഞേ ഉള്ളൂ. സോ വി ആർ ഗോയിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. ഇതിലുള്ള ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വരുന്ന ടോപ്പിക്കാണ് ഇത്. സോ എങ്ങനെയാണ് ചെയ്യാം നോക്കുക. ഒരു 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 സീക്വൻസിന്റെ സമ്മുമായിട്ട് ബന്ധപ്പെട്ട് ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു ഇക്വേഷൻ ആണ്. മിഡ് ടേം = സം ബൈ നമ്പർ. അതേപോലെ തന്നെ മധ്യപദം = തുക ബൈ എണ്ണം. അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ സം അല്ലെങ്കിൽ തുക = മധ്യപദം ഇൻറ്റു എണ്ണം. തിരിച്ചും പറയാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു പഠിക്കാനും മറ്റേ ഓംസ് ട്രയാങ്കിൾ ഒക്കെ പഠിച്ചില്ലേ? അതേപോലത്തെ ഒരു സാധനം വന്നിട്ട് ഇതപ്പോ ഇത് പഠിച്ചാൽ മതി. ഇവിടെ നിന്ന് മധ്യപദം കാണാൻ അറിയാം. മധ്യപദം പൊത്തിപ്പിടിച്ച ബാക്കി വായിച്ചാണ് ഈ സമ്മ് ബൈ നമ്പർ അല്ലെ? തുക ബൈ എണ്ണം ആണോ അല്ലേ? ഇനി എങ്ങനെ സമ്മ് കാണാം? സമ്മ് പൊത്തിപ്പിടിക്കാം, തുക പൊത്തിപ്പിടിക്കാം. അപ്പൊ എന്താ വരിക? മധ്യപദം ഇൻറ്റു എണ്ണം നമ്പർ. സിമ്പിൾ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. സോ ആ 2 ഇക്വേഷൻ ഉണ്ടാക്കാൻ ഈ ഒരു ടേബിൾ പഠിച്ചാൽ പോരേടാ? 2 എണ്ണം പഠിക്കേണ്ട ആവശ്യമുണ്ടോടാ? ഇല്ലടാ. സുധേ എടാ കൂടുന്നുണ്ടോ? സോറി. നോക്കി. ഇനി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പെയേഴ്സും അല്ലെങ്കിൽ മിഡ് ടേം എന്ന് പറയുന്നത്. മിഡ് ടേമിൽ എങ്ങനെ വരികയെന്നറിയോ? സോ ഈ ക്ലാസ് കഴിയുന്നത് വരെ നിങ്ങൾ എത്രത്തോളം കാണുന്നു അതിനനുസരിച്ച് എനർജിയിലായിരിക്കും ഞാൻ ഉണ്ടാകുക. സോ നോക്കാം.
ഇപ്പൊ ഒരു 7 ടേം ഉണ്ട് എഴുതിക്കോ. ഞാൻ ഇതിനാണ് മാക്സിമം കളർഫുൾ ആയിട്ടുള്ള നോട്ട് തന്നത്. കളർഫുൾ ആവുമ്പോൾ എന്താ അറിയോ, കാണുമ്പോൾ തന്നെ പഠിച്ചാൽ തോന്നണം. ആ കാണുമ്പോൾ തന്നെ പഠിച്ചാൽ തോന്നണം. കണ്ടോളി, 7 ആൾക്കാരില്ലേ, ഒരു സീക്വൻസ് ഇത് 7 ടൈമാണ് ഇവിടെ തന്നിരിക്കുന്നത്. 7 ആൾക്കാരുടെ മിഡ് ടൈം എങ്ങനെ നിങ്ങൾ സ്റ്റാറ്റിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സ്റ്റാറ്റിന്റെ ക്ലാസ് ഞാൻ എടുക്കുന്നുണ്ടോ, അതിലൊക്കെ നോക്കിയാൽ മതി. എപ്പോഴും മിഡ് ടൈം എങ്ങനെയാണെന്ന് അറിയോ, എന്നിലേക്ക് 1 കൂട്ടും. ഇവിടെ എത്ര 7 ആളല്ലേ, എന്നാണ് നമ്പർ ഓഫ് ടൈംസ് 7 ആളല്ലേ, 7 കൊന്നൂട്ടിയാൽ എത്രടാ 8 അല്ലേ. 8ന്റെ പകുതി എത്ര, 4ാമത്തെ ടേമാണ് ഇവിടുത്തെ മിഡ് ടേം. ഇവിടെ 7 ആളില്ലേ, 7ലേക്ക് 7 ആള് ഓഡ് നമ്പർ ഉണ്ടാവുമ്പോ, ഇപ്പൊ ഒറ്റ സംഖ്യ ഉണ്ടാവുമ്പോ മാത്രമേ ഇവിടെ മിഡ് ടേം ഉണ്ടാവുള്ളൂ, മറ്റേ മിഡ് ടേം ഉണ്ടാവില്ല. അത് ഞാൻ പറഞ്ഞിരുന്നോ. ഇപ്പൊ ഇവിടെ 6 ആളുണ്ട്. 6 ആളുണ്ടാകുമ്പോ അവിടെ 6 ആൾക്കാരെ 2 ആൾക്കാരെ വെച്ച് 3 ജോഡി ഉണ്ടാക്കാൻ, 3 പേരുണ്ടാക്കാനേ പറ്റുള്ളൂ. മിഡ് ടേം ആയിട്ട് ഒരാളുണ്ടാവില്ല. മെയിൻ റോക്കി ഇപ്പൊ ഇവിടുത്തെ റോക്കി ബൈ റബ്ബനല്ലേ, കാരണം അബ്ബന്റെ വലം കൈ ആയിട്ട് 3 ആളുണ്ട്, ഇടം കൈ ആയിട്ട് 3 ആളുണ്ട്. ആണോ അല്ലേ? അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എങ്ങനെ മിഡ് ടൈമാണ്, 7 ആളുണ്ടെങ്കിൽ 7ലേക്ക് 1 കൂട്ടുക, 8, അതിന്റെ പകുതി 4ാമത്തെ ആളായിരിക്കും മിഡ് ടൈം. പിന്നെ ഒരു കാര്യം, 4ാമത്തെ ആളുണ്ടെങ്കിൽ ഇതിന്റെ റൈറ്റിൽ 3 ആളുണ്ട്, ലെഫ്റ്റിൽ 3 ആളുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെയുള്ള ഫസ്റ്റത്തെ ടേമും അതേപോലെ തന്നെ 7 ലാസ്റ്റത്തെ ടേമും ഇതൊരു പെയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ സെക്കൻഡ് ടേമും ഇവിടുന്ന് സെക്കൻഡ് ലാസ്റ്റ് ടേമും, ഫസ്റ്റ് ലാസ്റ്റ്, സെക്കൻഡ് ലാസ്റ്റ്, തേർഡ് ലാസ്റ്റ്, അങ്ങനെ വരിക പെയർ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞുതരാം. മിഡ് ടേം നിങ്ങൾ കരുതിക്കോളൂ, ഒരു 20 കരുതിക്കോട്ടെ, വെറുതെ കരുതിക്കോ. ഇവിടെ എന്താ വരിക എന്നറിയോ, ഈ ഫസ്റ്റ് ലാസ്റ്റ് ടേം കൂട്ടിയാലുള്ള ഈ പേർ എന്താ വരിക, അതിന്റെ ഡബിളാ വരിക, 40. എന്തുകൊണ്ടാണെന്നറിയോ, ഇക്വേഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടില്ലേ, നിങ്ങൾ പഠിച്ചത് വേണമെന്ന് പ്രതീക്ഷിക്കണു. എന്താടാ സമ്മിന്റെ ഇക്വേഷൻ? സം ഇസ് ഈക്വൽ ടു മിഡ് ടേം ഇൻറ്റു നമ്പർ അല്ലേ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടല്ലോ. അപ്പൊ സം ഇസ് ഈക്വൽ ടു മിഡ് ടേം ഇൻറ്റു നമ്പർ. സം എന്ന് പറയുമ്പോൾ ഇവരെ രണ്ടാളതല്ലേ, x1 x7 കൂട്ടിയാൽ 2 ആൾക്കാരെ കൂട്ടണുള്ളു. മിഡ് ടേം ആരാ, 1ാമത്തെ ടേമിന്റെ 7ാമത്തെ ടേമിന്റെ മിഡ് ടേം കാണണമെങ്കിലും സിമ്പിളാ. 1 ഇവിടെ പൊസിഷൻ 1, ഇവിടെ 7 അല്ലേ പൊസിഷൻ, 1 7 കൂട്ടുക 8, അതിന്റെ പകുതി 4ാമത്തെ ആളാണ് ഇവിടുത്തെ മിഡ് ടേം. 4ാമത്തെ ആള് ഇൻറ്റു നമ്പർ എന്ന് പറയുമ്പോൾ 2 ആളല്ലേ കൂട്ടണുള്ളൂ, സോ ഇൻറ്റു 4, അല്ല സോറി ഇൻറ്റു 2, പാളിട്ടോ, ഇൻറ്റു 2. 4ാമത്തെ ടേം എത്ര, 20 അല്ലേ, 20 ഇൻറ്റു 2. സോ മിഡ് ടേം 20 ആണ്, 20 ഇൻറ്റു 2 ആണ് അവിടെ എന്ത് വരിക, സമ്മ് വരിക. കാരണം എന്താ, 2 ആളെ കൂട്ടണുള്ളൂ, സോ അതിന്റെ ഡബിൾ വരും 40. ഇവിടെ എത്ര വരും, 40 തന്നെ വരും. കാരണം ഇവലെ 2ാമത്തെ ടേമിന്റെ 6ാമത്തെ ടേമിന്റെ മിഡ് ടേം എങ്ങനെ കാണുക, 2ഉം 6ഉം കൂടെ പൊസിഷൻ ആളെ കൂട്ടുക, 2ഉം 6ഉം കൂടെ 8, 8ന്റെ പകുതി 4ാമത്തെ ടേം, അതാണ് മിഡ് ടേം. അപ്പൊ മിഡ് ടേമിന്റെ ഡബിൾ വരും, 2 ആളല്ലേ കൂട്ടുക, ഇൻറ്റു നമ്പർ ഇൻറ്റു 2. എപ്പോഴും അങ്ങനെ കേട്ടോ പേരില്. അപ്പൊ ഇവിടെ 40 ആണോ അല്ലേ, മറക്കരുത്, അത് മനസ്സിലുണ്ടാവണം. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം ഞാൻ എപ്പോഴും പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇത് പഠിച്ചു വെച്ച മക്കളെ, x1 പ്ലസ് x7 ഇസ് ഈക്വൽ ടു, ഇപ്പൊ ഒരു 48 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നു. നിങ്ങളോട് അടുത്ത ചോദ്യം എന്തേക്കാരെന്ന് അറിയോ, ഈ x3 പ്ലസ് x5 എത്രയായിരുന്നു? ഞാൻ പറയട്ടെ, അതും 48. കാരണം എന്താ അറിയോ, അതെങ്ങനെ മനസ്സിലാകാൻ പെട്ടെന്ന് അങ്ങനെ ചോദിക്കുള്ളൂ, ബന്ധമില്ല അതൊന്നും ചോദിച്ചില്ല. ഇവിടുത്തെ പൊസിഷൻ കണ്ടോ, 1 അല്ലേ, ഇവിടുത്തെ പൊസിഷൻ 7 അല്ലേ, 1 7 കൂടി 8 അല്ലേ, ആണോ അല്ലേ. അതേപോലെ തന്നെ ഇവിടത്തെ പൊസിഷൻ 3 അല്ലേ, ഇവിടത്തെ പൊസിഷൻ 5 അല്ലേ, 3 5 കൂട്ടിയാലും 8 അല്ലേ. ഇവിടെ പൊസിഷൻ ആൾ കൂട്ടിയാൽ 8 ആണ്. ഇവിടെ പൊസിഷന്റെ സമ്മ സെയിം ആണെങ്കിൽ ഉത്തരം വരെ സാധാ സമ്മ സെയിം തന്നെ. കാരണം ഇവിടെ 48 ആണെങ്കിൽ ഇവിടെ 48. എന്നാ അങ്ങനെ എനിക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ ഒരു കാര്യം, ഇതും കൂടി പഠിച്ചാൽ ഫുൾ ആയിട്ട് പഠിച്ചു. x4 എങ്ങനെ കിട്ടുക? എടാ ഇപ്പൊ ഇവിടെ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ 1ാമത്തെ 7ാമത്തെ മിഡ് ടേം ആരാ, 1 7 കൂട്ടുക, 1 7 കൂടി 8, 8ന്റെ പകുതി 4ാമത്തെ ആളല്ലേ. ഇപ്പൊ ഇവിടെ മിഡ് ടേം ആണ്. മിഡ് ടേം സീക്വൽ ടു എന്താ, മിഡ് ടേം സീക്വൽ ടു സം ബൈ നമ്പർ ആണ്. സം എത്ര, ഇവരെ 2 ആളെയും കൂടി സം എത്ര, 48 ഡിവൈഡഡ് ബൈ എത്ര ആളുണ്ട് ഇവിടെ, 7 ആളുണ്ടോ, ഇല്ല, ഇവനൊരാളും 2 ആളേ ഉള്ളൂ. 48/2 24. എപ്പോഴും മനസ്സിലാക്കുക, 2 പേരിന്റെ സമ്മിന്റെ എപ്പോഴും പകുതി ഇക്കാരം എന്ത്, 4ാമത്തെ മിഡ് ടേം എന്ന് പറയുന്നത്. സോ ഇവിടെ എങ്ങനെ മിഡ് ടേം ഇല്ലല്ലോ, ഇതിൽ നിന്നാണ് നമ്മൾ ഇക്വേഷൻസ് ഉണ്ടാക്കണം. അപ്പൊ ഒരു 6 ആൾക്കാരുടെ ഇവിടെ മിഡ് ടേം ഇല്ല, പക്ഷെ പേരുണ്ട്. ഫസ്റ്റ് തോന്, ലാസ്റ്റ് തോന്, സെക്കൻഡ് തോന്, സെക്കൻഡ് ലാസ്റ്റ് തോന്, തേർഡ് ലാസ്റ്റ് തോന്. ഇവിടെ 6 ഉള്ള അങ്ങനെ എങ്ങനെ ഫസ്റ്റ് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് എങ്ങനെ എടുത്തുക വരിക, ആണോ അല്ലേ. സോ പിന്നെ പറയാനുള്ളത് ഇങ്ങോട്ട് നോക്കിക്കോ, ഇവിടെ സമ്മ 50 ആണ് എഴുതിക്കോ. അപ്പൊ ഇവിടെ എത്ര ഏകാരം, 50 അല്ലേ. അപ്പൊ ഇവിടെ എത്ര ഏകാരം, 50 അല്ലേ. എത്ര 50 ഉണ്ട്, 6 50 ഉണ്ടോ, 6 ടേമില്ല, പക്ഷെ 6 50 ഇല്ല. കാരണം പേരിന്റെ സമ്മാണ് 50. അവിടെ എത്ര പേരുണ്ടാക്കുക, 6 ആളെ വെച്ച് എത്ര പേരുണ്ടാക്കുക, ഇത് 2 പേര്, ഇത് 2 പേര്, ഇത് 2 പേര്, ടോട്ടൽ എത്ര, ഇവിടെ ഒരു പേരുണ്ട്, ഇതാ 2 ആള്, ഇവിടെ ഒരു പേരുണ്ട്, ഇവിടെ ഒരു പേരുണ്ട്, ടോട്ടല് 6 ആളെ നമുക്ക് എത്ര പേരാക്കിയതാ, 3 ആള്. കണ്ടോ, ഇതിങ്ങനെ വരിക, ഇവിടെ ഒരു പേര്, ഇവിടെ ഒരു പേര്, ഇവിടെ ഒരു പേര്. സോ 3 ആളെ പേരാക്കാൻ പറ്റുള്ളൂ എന്ന് പഠിക്കുക. സോ പേരിന്റെ എണ്ണം എപ്പോഴും n എത്രയാണോ, n 6 അല്ലേ, 6ന്റെ പകുതിയെ വരിക, അതാണ് n/2 ഇൻറ്റു എത്ര സം എത്ര
ഫസ്റ്റത്തെ ടൈമും ലാസ്റ്റത്തെ ടൈമും കൂടി 50. അപ്പൊ എത്ര 50 ഉണ്ട്? 350. അതാണ് ഇക്വേഷൻ n/2 × x1 + x എന്നുള്ളത് മനസ്സിലുണ്ടാവുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയണേ. ഞാൻ പറഞ്ഞു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫ്രീ ആയിട്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, വേണമെങ്കിൽ മാത്രം മതി. കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുള്ള കുട്ടികൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാനിത് വെറും 3 മാസം മുമ്പ് തുടങ്ങിയ ഒരു ആഗ്രഹത്തിന് പുറത്ത് തുടങ്ങിയ സാധന. എനിക്കറിയുന്ന മാത്സ് എന്റെ കുട്ടികളിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെങ്കിലും കണ്ട് മാത്സിന് ഷാദിൽ സാർ ക്ലാസ് എടുക്കണ്ടിട്ടോ പറയണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പിന്നാലെ തുടങ്ങിയത്. 3 വർഷം ഇതിന്റെ പിന്നാലെ. ഇപ്പോഴാണ് എല്ലാം ശരിയായത്. തുടങ്ങിയതിന് ശേഷം പല പല അധ്യാപകരായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വന്നു. ഏകദേശം ഇപ്പോ കേരളത്തിലുള്ള SSLC ചാനലുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ വിഷയവും കൊടുക്കുന്ന ചാനലുകളുടെ വെറും വിരലിൽ ചാനലുകളുടെ കൂട്ടത്തിലൊരു ചാനലാണ് നമ്മുടെ മാത്സിലോ. അപ്പോ ഭയങ്കര സന്തോഷമായി. നിങ്ങളെല്ലാരും തന്ന സപ്പോർട്ട് ഇനിയും അതേപോലെ തന്നെ ഉണ്ടാവുക. സോ നമുക്ക് അടുത്തേക്ക് പോവാം. സമ്മിന്റെ ഇക്വേഷൻ പഠിച്ചു വെച്ചോളൂ. സമ്മിന്റെ ഇക്വേഷൻ ആണ്. സമ്മിന് ഒരു ആൾജിബ്രായിക് ഫോം കൂടി ഉണ്ട്, അതും പഠിച്ചേ. സെസ്സിന് സീക്വൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ്, ആദ്യത്തെ n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ n/2 × x1 + xn ആണ്. സോ അത് കാണാതെ പഠിച്ചു ചോണ്ടിട്ടോ. പിന്നെ ഇത് ഞാൻ ചുരുക്കി തന്നതറിയാം. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്, ഇത് കൂട്ടി വായിക്കണം എപ്പോഴും. ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക. എണ്ണൽ സംഖ്യ 1, 2, 3, 4 എന്താ എത്ര എണ്ണൽ സംഖ്യ തന്നാലും അതിന്റെ ഇക്വേഷൻ അതാണ് n × n+1/2. n ഇപ്പൊ 20 ആണ്, 20ക്ക് 1 21/2 അങ്ങനെ വരും കേട്ടോ. ഇനി സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ്, അല്ലെങ്കിൽ ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക എന്താ വരിക? n × n+1/2. കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് സാധാരണ എണ്ണൽ സംഖ്യ 1, 2, 3 അല്ലേ. ഇരട്ട സംഖ്യ എന്താ? 2, 4, 6. ഇതിന്റെ ഒക്കെ ഡബിൾ അല്ലേ വരുന്നത്? 1ന്റെ ഡബിൾ, 2ന്റെ ഡബിൾ, 3ന്റെ ഡബിൾ, അങ്ങനെയല്ലേ ഇരട്ട സംഖ്യകൾ വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? സമ്മിലും ഡബിൾ വരും, മേലും തായും 2 വെട്ടിപ്പോ. അങ്ങനെയാണ് ഇക്വേഷൻ ഉണ്ടാകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ വരുന്ന സമയത്ത് സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ തുകന്റെ ഇക്വേഷൻ പഠിച്ചുകൊണ്ട് n². ഇതോടെ ഈ ചാപ്റ്ററിലുള്ള മെയിൻ സാധനങ്ങളൊക്കെ ഏകദേശം കഴിയാനായി. ഇനിയുള്ളത് ആൾജിബ്രായിക് ഫോം ഓഫ് സം ആണ്. ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ സെക്കൻഡ് ഡിഗ്രിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ചോദിക്കും എന്നുള്ളത് 101% ഷുവറാ. ഓക്കെ, സോ നോക്കാം. ഇവിടെ സമ്മിന്റെ ഇക്വേഷൻ അതാണ് d/2 n² + f - d/2 × n. ചില ആൾക്കാർ SN = an² + bn എന്നും പഠിക്കാറുണ്ട്, pn² + qn എന്നും പഠിക്കാറുണ്ട്. ഇവിടെയൊക്കെ സെയിം സാധനം കേട്ടോ. a എന്താ? t/2 അതല്ലേ ഇവിടെ ഉള്ളത്, d/2. പിന്നെ b എന്താ, അല്ലെങ്കിൽ b അല്ലെ pq, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെന്താ? f - d/2. തന്നെയല്ലേ ഇവിടെ ഉള്ളത്. ഞാൻ ഡയറക്റ്റ് വന്നിക്കണം, ഞാൻ A B ഒന്നും കണ്ടുപിടിച്ചാൽ നിൽക്കണ്ട, ഡയറക്റ്റ് എടുത്താൽ മതി. ഇനി ഇത് സത്യം പറഞ്ഞാൽ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. അത് ആർക്കും പറഞ്ഞു കൊടുക്കില്ല, ആർക്കും പറഞ്ഞു കൊടുക്കാന്നല്ല, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയൊക്കെയല്ലാതെ ഞാൻ അധികം അങ്ങനെ പുറത്തത് പോലില്ല. dn + f - d. പല ആൾക്കാർ ഈ ഒരു സാധനം കാണലില്ല. ഇതല്ലേടാ ആൾജിബ്രായിക് ഫോം ഓഫ് അരിത്തമാറ്റിക് സീക്വൻസ്. ഇതിൽ നിന്ന് സമ്മിന്റെ ഉണ്ടാക്കി തരണോ? ഇതന്നെ ഇത് xn മാറ്റി sn ആക്കുക. dn + f - d എന്നുള്ളത് ബ്രാക്കറ്റിലിട്ടത്. ബ്രാക്കറ്റിലിട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ. ഡിയിലോടത്തൊക്കെ d/2 വെക്കുക, ഡിയിലോടത്തൊക്കെ d/2 വെക്കുക. എന്നിട്ട് ഈ ഇക്വേഷൻ മൊത്തം n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ n വന്നാൽ ഇവിടെ n വന്നാൽ ഇവിടെ n × n n² ആവും. ഇവിടെ n ഇല്ലാത്തതുകൊണ്ട് n വന്നാൽ n ആവും. ഇത്രേ ഉള്ളൂ പരിപാടി. എന്താ ചെയ്തേ? ട്രാൻസ്ഫോർമേഷൻ കണ്ടോ? സത്യം പറഞ്ഞാല് ഇങ്ങനെയാണ്. dn + f - d തന്നെയാണ്. ഡിയിലോടത്തൊക്കെ d/2 വന്നു, പിന്നെ n ഇല്ലോടത്ത് n² ആയി. രണ്ടിടത്ത് n കൊണ്ട് ഒരൊറ്റ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എന്നിടത്ത് ഒരു n കൂടി വന്നപ്പോ n² ആയി, മറ്റൊടത്ത് n ഇല്ലാത്തടത്ത് n വന്നു. ഇത്ര ഉള്ളൂ പരിപാടി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സത്യം പറഞ്ഞത് ഉണ്ടാക്കാനുള്ളതേ ഉള്ളൂ. സത്യം. ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഭയങ്കര സിമ്പിൾ ആട്ടോ. ഫസ്റ്റ് ഇടാൻ എത്രയാ? 5 അല്ലേ? കോമൺ ഡിഫറൻസ് എത്ര? 11 - 5. അടുത്തടുത്ത് ഏതെങ്കിലും ടൈമുകൾ കുറച്ചാൽ മതി. സോ യു വിൽ ഗെറ്റ് 6 ആണോ അല്ലേ? സോ നിങ്ങൾക്ക് d അല്ല സമ്മിന്റെ ഇക്വേഷൻ കാണുമ്പോൾ കിട്ടാണ്ട് ഡിന്റെ പകുതിയാണ്. 6 ആണെങ്കിൽ d 6 ആണെങ്കിൽ 6ന്റെ പകുതി എത്ര വരിക? 3 അല്ലേ വരിക? ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് അറിയാം 5 ആണ് അല്ലേ? സോ ഇത് രണ്ടുമാണ് നിങ്ങൾക്ക് സമ്മിന്റെ ആൾജിബ്രായിക് ഫോം ഉണ്ടാക്കാൻ ആവശ്യം. SN = എന്താ ഇക്വേഷൻ? d/2 n². കാണുമ്പോൾ പേടിക്കണ്ട കേട്ടോ. f - d/2 × n അല്ലേ? d/2 ഡിന്റെ പകുതി എത്ര? 3 അല്ലേ? n² പ്ലസ് f എത്രടാ? 5 അല്ലേ? -d/2 എത്ര? വീണ്ടും 3 അല്ലേ? × n. സോ 3n² പ്ലസ് 5 3 പോയാൽ 2n ആണ്. സോ സം = 3n² + 2n. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞേട്ടെ. എങ്ങനെ സമ്മിന്റെ ഇക്വേഷൻ? സമ്മിന്റെ ഒരു ആൾജിബ്രായിക് ഫോം വന്ന ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കാണാം. സിമ്പിൾ പരിപാടി എന്നിട്ട് d കാണണമെങ്കിലേ എടാ ഇവിടെ ഉള്ളത് n² ഡിന്റെ പകുതി അല്ലേ? ഡിന്റെ പകുതി 3 ആണെങ്കിൽ d എത്ര കാരം? 3ന്റെ ഇരട്ടി 6 വരും. ഭയങ്കര സിമ്പിൾ അല്ലേ? ഫസ്റ്റ് ടൈം ആണെങ്കിൽ എന്താ തരുമോ? എന്നൊക്കെ പൊത്തി പിടിച്ചാൽ മതി. ബാക്കി എന്തല്ലേ? പൊത്തി പിടിച്ച ബാക്കി എന്തല്ലേ പറഞ്ഞാൽ 3 ഉം 2 3
2 എടീത്ത ചിഹ്നം എന്താ പ്ലസ് അല്ലേ 3 + 2 5 ആണോ അല്ലേ ഇതന്നെയല്ലേ ഇവിടെ കിട്ടിയത് F5 D6 അതന്നെയല്ലേ അപ്പൊ തിരിച്ചുണ്ടാക്കാനും അറിയുന്നൊരു കുട്ടിക്ക് നിങ്ങൾ ടോപ്പിന് വെച്ച് ഹൈ ലെവൽ കുട്ടികൾ സോ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഡി പറഞ്ഞാണ് ഡി എന്താ വരിക 4ന്റെ ഇരട്ടിയല്ലേ 8 എഫ് എന്താ വരിക എന്നെ പൊത്തിപ്പിടിച്ചവർ എന്നെ ഒക്കെ ഉള്ള പൊത്തിപ്പിടിച്ചാൽ എന്താ വരിക 4ഉം +3 കോഎഫിഷ്യന്റ് ആളെ മാത്രം കൂട്ടുകയാണെങ്കിൽ കൂട്ടാ മൈനസ് ആണെങ്കിൽ മൈനസ് സോ എന്ത് വന്നു D8 വന്നു F7 വന്നു 7ൽ തുടങ്ങി 8 കൂട്ടി പോണ പറയുമ്പോൾ 7 15 23 21 39 ഇങ്ങനെ വരും കേട്ടോ സോ ദെൻ we are going to the question session. ആദ്യത്തെ 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ചാപ്റ്റർ തീർത്തേ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണേ സോ നോക്കാം which of the numbers below is a term of the arithmetic sequence 2 5 8 ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യനാ നോക്കിക്കോ 2 5 8 എന്നുള്ള അരിത്തമാറ്റിക് സീക്വൻസിലെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകണം ക്വസ്റ്റ്യൻ പാർട്ട് 2 ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ we can start with part 2 സോ പാർട്ട് 2 ആയിട്ടല്ലെങ്കിൽ മൊത്തമായിട്ട് നോക്കട്ടെ ടൈമിന്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമുക്ക് ഇടാം കേട്ടോ